ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്മൈൽ വിത്ത് കുട്ടൂസൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 2025 നടന്ന 12 കളഭ ദിവസത്തെ വീഡിയോ ആണ്. കൂടാതെ ഈ വീഡിയോയിലൂടെ അമ്പലപ്പുഴ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്മൈൽ വിത്ത് കുട്ടൂസൻ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ കൃഷ്ണക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. AD 15-ാം നൂറ്റാണ്ടിൽ തദ്ദേശ ഭരണാധികാരിയായിരുന്ന ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂറിലെ 7 മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത്. കൂടാതെ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു. പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രവുമായി അമ്പലപ്പുഴ ക്ഷേത്രത്തിന് കാര്യമായ ബന്ധമുണ്ട്. എന്താണെന്നല്ലേ? 1789 ടിപ്പു സുൽത്താന്റെ ആക്രമണ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം 3 വർഷത്തേക്ക് സുരക്ഷിതമായും ഭദ്രമായും സൂക്ഷിക്കുന്നതിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ വലതുകൈയിൽ ചാട്ടയും ഇടതുകൈയിൽ ശംഖും പിടിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ പാർത്ഥസാരഥി രൂപത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം കേരള ചിത്രകലയാൽ സമ്പന്നവുമാണ്. ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളായ ദശാവതാരങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെ വ്യത്യസ്തമാക്കുന്ന മനോഹരമായ കേരളീയ ശൈലിയിലുള്ള നിർമ്മിതികളാലും ചടുലമായ ചിത്രങ്ങളാലുമാണ്. ക്ഷേത്രത്തിലെ പ്രസാദമായി പായസം നൽകുന്നു. അരിയും പാലും ചേർത്ത് മധുരമുള്ള ഈ പായസം അമ്പലപ്പുഴ പാൽപായസം എന്ന പേരിൽ വിശ്വപ്രസിദ്ധി ആർജിച്ചതാണ്. ഗുരുവായൂരപ്പൻ ദിവസവും ഈ ക്ഷേത്രത്തിൽ വന്ന് പായസ നിവേദ്യം സ്വീകരിക്കാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചമ്പക്കുളം മൂലം ജലോത്സവം എന്നറിയപ്പെടുന്ന ക്ഷേത്രോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. എല്ലാ വർഷവും മിഥുന മാസത്തിലെ മൂലം നാളിലാണ് ഇത് ആഘോഷിക്കുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലായിട്ടാണ് ഇത് നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണിത്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലായി നടക്കുന്ന 12 ദിവസത്തെ കളഭം ഉത്സവമാണ് മറ്റൊരു പ്രധാന ആഘോഷം. മകരം 1 മുതൽ 12 വരെ ക്ഷേത്രത്തിൽ നടത്തുന്ന അനുഷ്ഠാനമാണ് 12 കളഭം. ചെമ്പകശ്ശേരി രാജാവ് തുടങ്ങിയ ഈ അനുഷ്ഠാനം ഇന്നും 12 കളഭം മഹോത്സവമായി ആഘോഷിച്ചു പോരുന്നു. ഇതിലെ തന്നെ കളഭാഭിഷേകവും കളഭച്ചാർത്തും നടത്തുന്നു. വൈകിട്ടാണ് വിളക്കെഴുന്നള്ളിപ്പ്. 12 വിളക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. 12 ദിവസങ്ങളിലായി നടത്തുന്ന ഈ കളഭദർശനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപവും ലക്ഷദീപവും കണ്ടു തൊഴുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു.
ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എല്ലാ വർഷവും 12 കളഭം നടത്തുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴ വേലകളി വളരെ പ്രസിദ്ധിയാർജിച്ചതാണ്. വേലകളി ഉത്ഭവിച്ചത് ചെമ്പകശ്ശേരി അതിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഒരു പതിവ് സവിശേഷതയാണ് വേലകളി. അതുപോലെ തന്നെ ഇവിടുത്തെ സവിശേഷമായ മറ്റൊന്നാണ് നാടകശാല സദ്യ. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനത്തിലാണ് നാടകശാല സദ്യ നടത്തുന്നത്. 40ലധികം വിഭവങ്ങളും കൂടെ അമ്പലപ്പുഴ പാൽപായസവും ചേരുന്നതാണ് നാടകശാല സദ്യ. തൂശനിലയിലായി വിളമ്പുന്ന ഈ സദ്യ 5 തരം പായസവും പഴവർഗ്ഗങ്ങളുമടക്കം വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. നാടകശാല സദ്യയ്ക്ക് ശേഷം നടത്തുന്ന വഞ്ചിപ്പാട്ട് ആസ്വദിക്കാനും നിരവധി പേർ എത്താറുണ്ട്. ഇനി നമുക്ക് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ പിന്നിലുള്ള കഥ എന്തെന്ന് നോക്കാം. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിമാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. ഒരു ഉത്സവ ദിവസം വില്ലുമംഗലം സ്വാമി നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്കൊപ്പം നെയ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്. ഇത് കണ്ട് കൃഷ്ണ എന്ന് ഓടി വിളിച്ചുകൊണ്ട് വില്ലുമംഗലം എത്തിയപ്പോഴാണ് തങ്ങൾക്ക് നെയ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് ഭക്തർ തിരിച്ചറിഞ്ഞത്. ഇതോടെ മറഞ്ഞുപോയ കൃഷ്ണനെ തിരഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ഭക്തർ ഇല വാരിയെറിഞ്ഞ് ഓടി എന്നാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണ പുതുക്കാനാണ് എല്ലാ വർഷവും ഉത്സവത്തിന്റെ ഭാഗമായി ഇലവാരിയെറിയൽ ചടങ്ങും 9ാം ഉത്സവ ദിനം നാടകശാല സദ്യയും നടത്തിപ്പോരുന്നത്. ഇന്നും മുറ തെറ്റാതെ ക്ഷേത്രത്തിലെ ഇത്തരം ചടങ്ങുകൾ തുടർന്നു പോരുന്നു. അമ്പലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഇനി കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാണ് അമ്പലപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്നു നമ്പ്യാർ. കൂത്ത് നടക്കുന്ന വേളയിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ഇത് കണ്ട പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്തു വെച്ചു തന്നെ കലശലായി നമ്പ്യാരെ പരിഹസിച്ചു ശകാരിച്ചു. ഇതാണ് തുള്ളൽ എന്ന കലാരൂപം ഉണ്ടാവാനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത്. പകരം വീട്ടാനായി അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച കലാരൂപമാണ് തുള്ളൽ എന്നാണ് കരുതപ്പെടുന്നത്. തുള്ളലിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. തുള്ളലിനെ ഒന്നാംകിട കലാരൂപമായി വികസിപ്പിച്ചെടുക്കുന്നതിനും അതിനെ പരക്കെ അംഗീകാരം നേടിയെടുക്കുവാനും നമ്പ്യാർക്ക് കഴിഞ്ഞു. അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായ നമ്പ്യാർ തുള്ളലുകളുടെ ഭാഷയെ തിരഞ്ഞെടുത്തതാവട്ടെ സംസാര ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സാധാരണക്കാരന്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ തുള്ളലിന് ജനങ്ങളിൽ കൂടുതൽ സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞു. സാധാരണക്കാർക്ക് രുചിക്കുന്ന കവിത അവരുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണമെന്ന് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 64 തുള്ളലുകൾ നമ്പ്യാർ എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടുത്തെ മണിക്കിണർ. ഈ മണിക്കിണറിൽ നിന്നും എടുക്കുന്ന ജലവും കൂടി ചേർത്താണ് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം നിർമ്മിക്കുന്നതത്രേ. ഇങ്ങനെ വൈവിധ്യമാർന്ന പല കാരണങ്ങളാലും ഈ ക്ഷേത്രം ലോകപ്രസിദ്ധിയാർജിച്ചതാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രം വന്നൊന്ന് കാണണം. അത്രയും
മനോഹരമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ശ്രീകൃഷ്ണ ഭഗവാനെ എത്ര കണ്ടാലും മതിവരാത്തതാണ്. പിന്നെ ഇവിടുത്തെ പാൽപായസം, അമ്പലപ്പുഴ പാൽപായസത്തിന്റെ കാര്യം പിന്നെ ആരോടും പറഞ്ഞു തരേണ്ടതില്ലല്ലോ അല്ലേ? അത്രയ്ക്കും പ്രസിദ്ധിയാർജിച്ചതാണ്, ലോക പ്രസിദ്ധിയാർജിച്ചതാണ് നമ്മുടെ അമ്പലപ്പുഴ പാൽപായസം. ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്ന് പതിവായിട്ട് ബസ് സർവീസുകളുണ്ട് കേട്ടോ. ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴയാണ്. അവിടെ വന്ന് ട്രെയിൻ വരുന്നവർക്ക് അമ്പലപ്പുഴ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ളതിനാൽ ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പൊ എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ ശ്രമിക്കണം കേട്ടോ. ഒരു വട്ടമെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് വന്ന് കാണാനും ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം.
അമ്പലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇനി ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം.